എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയും നാളും കല്യാണം കഴിച്ചിട്ടും വീട്ടിൽ വരുന്നത് സത്യം പറഞ്ഞാൽ മമ്മിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ വീട്, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ വീട്ടിലെ ഫുഡ്, ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ ഒരു കംഫർട്ട് സോൺ പോലെ. സത്യം പറഞ്ഞാൽ വെക്കേഷൻ എനിക്ക് പുറത്തൊന്നും പോകാൻ ഒട്ടും ഇഷ്ടമല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ നമ്മൾ നല്ല പാലപ്പവും ചിക്കനും മുട്ടയും ഏത്തയ്ക്കാപ്പമൊക്കെയാണ് കഴിച്ചത്. ഈ ചിക്കൻ ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചതാണ്, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചോറ്, നല്ല ബീൻസ് തോരൻ, ഈ ഫിഷ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. എനിക്ക് മമ്മിയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരി പുട്ടുണ്ടായിരുന്നു, അതും രാവിലത്തെ ഏത്തയ്ക്കയുടെ ബാക്കി കഴിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വയ്യായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് കുറച്ച് സാധനം കൊണ്ടുപോകാൻ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് മിൽസിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, കാലം മാറിയ പോക്കെ ഇപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ സ്റ്റിൽ എന്നിരുന്നാൽ തന്നെയും നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ എന്തും വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മളെ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ലേസി ആക്കും. ബട്ട് അർജൻറ്റ് സമയത്ത് നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം. യെസ്, അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലെ ഫുഡായിരുന്നു കഴിച്ചത്. രാത്രി നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന ബീറ്റ്റൂട്ട് ചിപ്സ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. ഇവരോട് ഉണ്ട് ഭയങ്കര ഓളമായിട്ടോ, ഫുഡിൻ്റെ അടിയോടടിയായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം മണ്ടയ്ക്കൊക്കെ പോയി ഇങ്ങനെ ദിവാലിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഇട്ട് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു.